സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജേർണി, ട്രിപ്പ്, ഹോളിഡേ ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ജേർണി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കാണ് ജേർണി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും വൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കോട്ടയത്തു നിന്നും കൊച്ചിയിലേക്ക് പോകുന്നു. അതിന് നമ്മൾ ജേർണി എന്നാണ് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? കാറിൽ പോകാം, ബസ്സിൽ പോകാം, ട്രെയിനിൽ, ബൈക്കിലൊക്കെയാണ് നമ്മൾ സാധാരണ പോകുന്നത്, അല്ലേ? ദ ജേർണി ടു കൊച്ചി ടേക്സ് അറൗണ്ട് 4 hours ബൈ ബസ്. ഓക്കെ, എന്നാ പറഞ്ഞത്? അതായത് കൊച്ചിയിലേക്ക് പോകാനുള്ള ജേർണി ഏകദേശം 4 മണിക്കൂർ എടുക്കും. ഇനി ട്രിപ്പ് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നിൽ കൂടുതൽ ജേർണി ചേരുന്നതിനാണ് ട്രിപ്പ് എന്ന് പറയുന്നത്. അത് കൂടുതൽ സമയവും നമ്മൾ ചിലവഴിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ട്രിപ്പ് അല്ലെങ്കിൽ സ്കൂൾ ട്രിപ്പ്, അതൊക്കെ എന്താണ്? ട്രിപ്പാണ്, അല്ലേ? നമുക്ക് ഉദാഹരണം നോക്കാം. ഹൗ വാസ് യുവർ ബിസിനസ് ട്രിപ്പ് ടു ജപ്പാൻ? ഓക്കെ, ജപ്പാനിലേക്കുള്ള നിൻ്റെ ബിസിനസ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇറ്റ് വാസ് നൈസ് ആൻഡ് വി ഗോട്ട് എ ന്യൂ ക്ലയൻറ്റ് ആസ് വെൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നല്ലൊരു ട്രിപ്പായിരുന്നു, അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പുതിയ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ കിട്ടിയെന്നാണ് പറയുന്നത്. ഇനി അവസാനത്തേതാണ് ഹോളിഡേ. അപ്പോൾ ഗോ ഓൺ ഹോളിഡേ എന്നാണ് സാധാരണ പറയുന്നത്. ഹോളിഡേ എന്ന് പറഞ്ഞാൽ നീളമുള്ള അവധി യാത്രയാണ് ഹോളിഡേ. ഓക്കെ, ഐ എം ഗോയിങ് ഓൺ ഹോളിഡേ നെക്സ്റ്റ് മന്ത്. ഓക്കെ, എന്താണ്? ഞാൻ അടുത്ത മാസം ഒരു ഹോളിഡേക്ക് പോവാണ്. സാധാരണ വിദേശികളൊക്കെ അങ്ങനെ പോകാറുണ്ട്, അല്ലേ? നമ്മൾ പോകാറുണ്ട് ഇപ്പോഴും. ഹീ ഗോസ് ഓൺ ഹോളിഡേ എവറി ഇയർ. ഓക്കെ, അവനെന്താണ്? അവൻ എല്ലാ വർഷവും ഹോളിഡേ അവധി, നീളമുള്ള അവധിയെടുത്ത് യാത്ര ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.